എല്ലാവർക്കും അപ്പൊ നമ്മള് കാറ്റൊക്കെ ഉണ്ടാക്കാൻ പോണേ. കാറ്റൊക്കെ വാഷ് ചെയ്യണം. നല്ല ചളിയൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ ചളി അപ്പൊ നമുക്ക് കേക്ക് എടുക്കണം. അപ്പൊ കാറ്റ് വാഷ് ചെയ്ത് നല്ല ചുവന്ന് കിടക്കുന്ന ക്യാരറ്റും ഗൈസ്. ടേസ്റ്റ് നല്ല ടേസ്റ്റ് എന്താ പറയപ്പോ. അപ്പൊ നമുക്ക് ക്യാരറ്റ് വാഷ് ചെയ്യാൻ പോവാ. അപ്പൊ നമ്മൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പോണ്. അല്ല ഉണ്ടാക്കല്ല, കേൾക്കാൻ പോണ്. അപ്പൊ നല്ല കേൾക്കണം ഗൈസ്. നല്ല കേൾക്കണം. നല്ല വെള്ളമൊക്കെ വേണം. നല്ല വെള്ളം എടുത്തിട്ടുള്ളത്. കുറെ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ക്യാരറ്റൊക്കെ നമ്മൾ സ്ലൈസ് ആക്കി ചോപ്പ് ചെയ്ത് അരിയണം. അപ്പൊ നമുക്ക് അരിയാം. ചോപ്പ് ചെയ്ത് കരിയണം ഗൈസ്. നല്ല അരിയണം. നല്ല ഒരിഞ്ഞ നല്ല ചോക്ലേറ്റ് ആവും. അപ്പൊ ഗൈസ് ചോപ്പ് ചെയ്ത് കയ്യാറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. നല്ല ചോപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ നല്ല ചോപ്പ് ചെയ്യുന്നുണ്ട്. അടുപ്പത്തേക്ക് ഇടാം. നമ്മൾ ഉരുളി അയക്കി വയ്ക്കാൻ പോവാണ്. ഉരുളി വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല ചൂടായി നെയ്യൊക്കെ ഒഴിക്കാനായിട്ടുണ്ട് ഗൈസ്. കണ്ണൊക്കെ എരിയുണ്ട് ഗൈസ്. ഇവിടെ നല്ല ചൂടായിട്ടുണ്ട് ഗൈസ്. ആദ്യം ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഗൈസ്. അപ്പൊ നെയ്യ് ഇടാൻ പോവാണ്. നെയ്യ് നല്ല ചൂടായി വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇത് അയക്കി ഇടാൻ പോവാണ്. നല്ല അലുവയ്ക്കാണ്. അപ്പൊ ഇടാം. അപ്പൊ നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഏലക്കായ്പൊടി ഇടാൻ പോവാണ്. അപ്പൊ വാടുന്നേനെ ഇടയിലെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇടാം. നല്ല തിളച്ച പാൽ ഇതിക്ക് നമ്മൾ പാല് പറഞ്ഞോക്കാം. നല്ല ഉണക്കി കൊടുക്കുക ഗൈസ്. പാൽപ്പൊടി ഇടാൻ പോകണം. നല്ല പാൽ എന്താ പറയാ, മിൽക്ക് മെയ്ഡ് ഇല്ലാത്തതുകൊണ്ടാണ്.
പഞ്ചസാര ഇടാൻ പോണേ. നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഇടാൻ പോണേ. നല്ല ചുവന്ന് തുടച്ചിരിക്കുന്ന ക്യാരറ്റ് ഹൽവ എങ്ങനെയുണ്ട് ഗൈസ്? നല്ല രസമുണ്ടാവും. നല്ല തിന്നാൻ പുതിയായിട്ട് കഴിയാം ഗൈസ്. എന്താ ടേസ്റ്റ് ഉണ്ടാവും. നല്ല പഞ്ചസാര കിട്ടി നമ്മൾ. സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവ റെഡി ഗൈസ്. സൂപ്പർ സൂപ്പർ ക്യാരറ്റ് ഹൽവ. നല്ല മധുരമാണ്. അപ്പൊ തന്നെ കണ്ടിട്ട് തിന്നാൻ പോകുന്ന. അപ്പൊ നമ്മളെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവ അടിപൊളിയായി തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മോനെ മോനെ അപ്പൊ ശരി, നമ്മൾ വേറെ വീഡിയോയിൽ